സാംസ് 103, 1 and 2. സങ്കീർത്തനം 103:1-2. സങ്കീർത്തനം 103 ഇങ്ങനെയാണ് വായിക്കുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അധികമായി ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും സന്തോഷവും അല്ലെങ്കിൽ അപ്പച്ചൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന നമ്മൾ കർത്താവിനോട് ഇന്ന് നന്ദിയുള്ളവരായിരിക്കണം. യു അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ് എങ്ങനെയാണ്? സ്തുതിപ്പോടും സ്തോത്രത്തോടും കൂടെ. കാരണം എൻ്റെ അസംഖ്യങ്ങളായ ബലഹീനതകളെ മറന്നിട്ട് എന്നെ ഇത്രമാത്രം സ്നേഹിച്ച് ഇത്രയോ നന്മകളെ കൊണ്ട് എന്നെ നിറയ്ക്കുന്നതിന് നന്ദി പറയണം. അപ്പോൾ അതിന് സത്യത്തിൽ 2026 നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു പുസ്തകം, ഒരു ചെറിയ ബുക്ക് വാങ്ങിച്ചിട്ട് നമ്മളെ ടച്ച് ചെയ്യുന്ന വചനം എഴുതിയിടണം. ദൈവത്തോട് നമ്മുടെ വിഷമം പറയുമ്പോൾ, കർത്താവിൻ്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു വചനം അതിന് ഉത്തരമായിട്ട് നമ്മുടെ മുമ്പിൽ കയറി വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വചനം അറിയാവുന്നവർക്കറിയാം. അത് കംസ് ഓട്ടോമാറ്റിക്കലി. കാരണം നമ്മൾ ഈ അവനാഴിയിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതാ കിട്ടുന്ന ആ വചനം പരിശുദ്ധാത്മാവ് പറയുന്നതാണെങ്കിൽ ഉടനെ അത് നോട്ട് ചെയ്യണം ആ പേജിൽ തന്നെ ഉത്തരമായിട്ട്. പിന്നെ അത് മാത്രം പറഞ്ഞു പല വാക്യങ്ങൾ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വാക്യം തന്നെ പിന്നെ പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ ഒക്കും. അപ്പോൾ നമ്മൾ ഈ മക്കളുടെ കാര്യത്തെക്കുറിച്ച് എത്ര ഉപദേശിച്ചിട്ടും ഗുണമില്ല. നമ്മൾ എന്നാ പറഞ്ഞാലും അവരുടെ തലയിൽ കയറത്തില്ല. നമ്മളെന്ത് ചെയ്യും? കുറേ വചനങ്ങൾ ഞാൻ മക്കളെ അനുഗ്രഹിക്കുന്നത് തന്നെ ഒരാഴ്ചയോളം പറഞ്ഞിരുന്നു. പലരും കേട്ട് കാണും, കേട്ടത് എടുത്തെങ്കിൽ കൊള്ളാം, പക്ഷേ എനിക്ക് പ്രയോജനമായിട്ടുണ്ട്. കാരണം നമ്മൾ പറയുമ്പോഴും നമ്മുടെ തലയ്ക്കകത്ത് ഇത് കയറിയാണ്. അതിനകത്ത് ഒരു വാക്യം എന്നെ വല്ലാതെ ടച്ച് ചെയ്ത് യെശയ്യാ 54:13. നിൻ്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതും. 10-30ഓളം വചനം ഞാൻ മക്കളെ അനുഗ്രഹിക്കുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നെ വല്ലാതെ ടച്ച് ചെയ്ത ഒരു വാക്യമാണ്. അപ്പോൾ ആ വാക്യം ഞാൻ എഴുതിയിട്ടു. പിന്നെ പലതും കാണാൻ പഠിക്കും, പക്ഷേ ഇതെൻ്റെ തലയ്ക്കകത്തൊന്നും മാറുന്നില്ല. അപ്പോൾ എനിക്കുള്ള വാക്യം അതാണ് ഈ വർഷം. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മക്കളെ യഹോവയാൽ അപ്പോൾ ഉപദേശം കൊടുക്കുന്ന ഒരു ദൈവം അടുത്ത് നിൽക്കുന്നു. അവരുടെ സമാധാനം വലുതാക്കുന്നതും യേശുവാണ്. അപ്പോൾ ഇപ്പോൾ സമാധാനത്തിലല്ല, പുറമേ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ അകത്ത് വിള്ളലാണ്, അകത്ത് വെള്ളം ഒഴുകുന്നില്ല, അകത്ത് അഭിഷേക തൈലം വീഴുന്നില്ല. അപ്പം ദൈവം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാനാണ് ഇനി അവർക്ക് ഉപദേശം കൊടുക്കുന്നത്. അവരവരുടെ സ്വന്തം കഴിവിൽ എല്ലാം ഞാൻ ചെയ്തു നേടിയെടുത്തു എന്ന് ചിന്തിക്കുന്നുവെങ്കിലും എൻ്റെ ആത്മാവിൻ്റെ പകർച്ച വരുമ്പം വേറൊരു കാഴ്ചപ്പാടാണ്. നമ്മൾ ഈ ചെടി നടുന്നവർക്കറിയാം. ഇപ്പോൾ ഒരാൾ പറയായിരുന്നു, ആ മനുഷ്യൻ അയാൾക്ക് റോസ് നടാൻ വലിയ ഇഷ്ടമാണ്. അയാൾ ആ വീട്ടിൻ്റെ 5-8 ഭാഗത്ത് ഈ റോസ് നട്ടിട്ട് ഒരു ഗുണമില്ല. അതിന് മാറ്റി നട്ട് അവസാനം ഒരു വാഴയുടെ ചൂട്ടിക്കൊണ്ട് അയാൾ നട്ടു. അതിന് അന്നേരം തൊട്ട് ഇതിൻ്റെ പൊന്നെ വാഴയുടെ ചൂട്ടി വളം ഉണ്ടായിരുന്നായിരിക്കും, എന്തെങ്കിലും ആട്ടെ, ഇത് നിറച്ചങ്ങ് പൂക്കാൻ തുടങ്ങി. അപ്പം അയാൾ പറയുന്നു, ഞാനിത് എത്ര പ്രാവശ്യം മാറ്റി നട്ടിട്ടാണ് ഇപ്പോൾ ഇതിനി നല്ലതായിട്ട് ഇനി ഇവിടെ തന്നെ ഇത് നിന്നോട്ടെ എന്ന്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മക്കളോട് അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നെങ്കിലും കർത്താവ് ഇവരെ ഓരോ സ്ഥലത്തൂടെ കൊണ്ടുപോയിട്ട് ഏറ്റവും ശോഭിക്കേണ്ടതായ സ്ഥലത്ത് വരുമ്പോൾ കർത്താവ് അവിടെ നിർത്തി 100 മേനി വർദ്ധിപ്പിക്കും. അതുവരെ ക്ഷമിക്കാനും വഹിക്കാനുമുള്ള കഴിവുണ്ടോ? കർത്താവിനെ കുറ്റം പറയാതെ സ്നേഹിക്കാനുള്ള കൃപയുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബുക്കെടുത്ത് വെക്ക്, ചുമ്മാതെ വചനം കേട്ടു. ഒരു വചനമാണെങ്കിൽ ആ വചനം മതി അന്നത്തേക്ക്. ഒരു പർപ്പസിന്, ഒരാവശ്യത്തിന് ഒരു വചനം മതി. എനിക്ക് ഒരു വചനമാണ് മക്കളുടെ കാര്യത്തിൽ തൊട്ടത്. ഞാൻ അതേ തന്നെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം ഞാൻ നിൻ്റെ ഉപദേശം കടന്നു തരുന്നത് നമ്മൾ കാണുകയാണ്. അത് പ്രവർത്തിക്കാതിരിക്കാനൊക്കത്തില്ല. അപ്പോൾ ഈ കെന്നത്ത് കോപ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം അമേരിക്കയിലുള്ളതാണ്, വളരെ ഒരു ഇവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹം പറയുമായിരുന്നു, യേശുവിനോട് പ്രാർത്ഥിച്ചു വന്നപ്പം കർത്താവ് കെന്നത്ത് കോപ്ലാൻഡിനോട് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ നീ ഒരു പേപ്പറിൽ എഴുതി വെക്ക്. ഇങ്ങനെ തന്നെ അദ്ദേഹം റൈറ്റ് എക്സാക്ട്ലി വാട്ട് യു ആർ പെറ്റീഷൻ. നീ എന്താണ് എന്നോട് ചോദിക്കുന്ന ഒരു പേപ്പറിൽ എഴുതി വെക്ക്. എന്നിട്ട് അതിന് പറ്റിയ ഉത്തരം എൻ്റെ വചനത്തിലുണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് അത് എഴുതി വെക്ക്. എന്നിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ this is what he said actually, find it in my word and write it down. That way I can trust your word on paper because it is my word you are putting there.
അതായത് യു ഓണറിങ് മീ. അത് ഞാൻ തന്നിരിക്കുന്ന വേദപുസ്തകത്തിലെ വചനം എടുത്തിട്ട് അതിന് ഉത്തരമായിട്ട് നീ എഴുതിയിട്ട് അതെടുത്ത് നിൻ്റേതായിട്ടാക്കി പ്രാർത്ഥിക്കുമ്പം ഞാൻ നോക്കുമ്പം എൻ്റെ വചനമാണ് അവൾ എഴുതി വച്ചിരിക്കുന്നത്, അതിനാൽ എന്നെ മാനിക്കുന്നതിനാൽ ഞാൻ അതിന് ഉത്തരം കൊടുക്കുമെന്ന്. ഈ കാട് കയറുന്ന എത്രയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇങ്ങനെയല്ലേ കിട്ടേണ്ടത്. പലതും നമ്മൾ നോക്കും മക്കളെ അനുഗ്രഹിക്കാൻ. അതെ, എൻ്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കാം. ഉപദേശകനായിട്ട് കാര്യസ്ഥനായിട്ട് കർത്താവ് അടുത്ത് നിൽപ്പുണ്ട് ഇല്ലേ? പണം ഉണ്ടാക്കുന്നതിന് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, സമൃദ്ധി തരുന്ന ഒരു ദൈവമാണ്. നമ്മൾ പറയുന്നത് യാക്കോബ് ഇസഹാക്ക് വിതച്ചു 100 മേനിയായിട്ട് കൊടുത്തു. ആ ഒരു വാക്യം മതി. യെശയ്യാവിനകത്ത് എത്ര ഭാഗത്ത് ഇനി നീ ഉണ്ടാക്കുന്ന കൃഷിയുടെ ഫലം നീ തന്നെ അനുഭവിക്കും, ഇനിയും കള്ളനും ദുഷ്ടനും എടുത്തുകൊണ്ട് പോകത്തില്ല. യോബ്-പ്രവചനം 2:25 പറയുന്നു, ഞാൻ എൻ്റെ മഹാശക്തിയിൽ, ദൈവം തൻ്റെ മഹാശക്തിയിൽ അയച്ചിരിക്കുന്ന തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും എല്ലാം ഞാൻ തന്നെ മാറ്റിവെച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. ഏത് വാക്യം വേണം? ആ വാക്യം എഴുതണം, ഉടനെ എഴുതിയിടുക. എന്നിട്ട് ഇതാണ് ഈ വർഷം 2026 ഒരു വാക്യം നമുക്കുണ്ടായിരിക്കണം. അതാ പറയുന്നുണ്ട്, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ ദൃഷ്ടി നിൻ്റെ മേലുണ്ടായിരിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് 103 വളരെ നല്ലതാണ്. 103 പറയുമ്പം അതിനകത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ. അതാ പറയുന്നത്, എൻ്റെ മനമേ നിൻ്റെ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം, എനിക്കുള്ളതെല്ലാം അവൻ വിശുദ്ധനാമത്തെ വാഴ്ത്തണമെങ്കിൽ ഓരോ അനുഭവങ്ങളിൽ കൂടെയാണ് അവൻ്റെ വിശുദ്ധനാമം പഠിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി എന്നൊക്കെ നോക്കുമ്പോൾ, ഉൽപ്പത്തിയല്ല പുറപ്പാടാകുമ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, യഹോവ എന്നുള്ള പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയില്ല, മോശ ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെടുത്തി തരുന്നു. യഹോവ ആരാണ്? യഹ്വേ, സകലത്തിൻ്റെ ഉടമസ്ഥൻ, അവൻ എൻ്റെ കൂടെ. അതുകൊണ്ടാണല്ലോ മോശ പറഞ്ഞു, ഞാൻ പോകത്തില്ല, എനിക്ക് വിൽക്കാമെന്ന് പറയുമ്പോൾ ആരാണ് നാവ് തന്നു? ഞാനല്ലേ നാവ്, നീ പോ, എന്നൊക്കെ കൂട്ടുകാരനായിട്ട് ഞാൻ അഹ്റോനെ കൂടെ തരാം. ഇതിനൊക്കത്തിന് ഉത്തരം തരുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഈ ആകുലപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനത്തിലോ ദൈവത്തിലോ വിശ്വാസമായിട്ടില്ല. സിമ്പിൾ തിങ്. അതുകൊണ്ടാണ് പ്രയാസം വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചിലെ പഠിപ്പിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാൽ ഞാൻ പറയും, പോയിരുന്ന് അല്പനേരം മുറിക്കാതെ വരും ഇച്ചിരി വചനം വായിക്കാൻ പറയും. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്യും, ഞാൻ വായിച്ചത് എന്താണെന്ന് ഞാൻ ചോദിക്കുമെന്നും പറയും. അങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. അവർക്ക് ഇപ്പോൾ അല്പം ജഡത്തിനകത്ത് ഇത് ശരിയാകുമോ, ദൈവം പറഞ്ഞതിനെക്കാട്ടിൽ ഞാൻ തന്നെ ശരിയാകുന്നൊക്കെ ചിന്തകൾ ഇടയ്ക്ക് കയറി വരും. നമുക്കും ഉണ്ട് ആ ചിന്തകൾ. പക്ഷെ ഇവിടെയെല്ലാം കാതലായിട്ട് നമ്മൾ ദൈവവചനത്തിൽ ഉറപ്പിച്ച് നിർത്തിയതെങ്കിൽ അവരെവിടെയൊക്കെ പോയാലും തിരിച്ചു കൊണ്ടുവരാൻ അവൻ വിശ്വസ്തനാണ്. കാരണം വിത്ത് കിടപ്പില്ല, നല്ല വിത്ത്. ഇപ്പം തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില വൃക്ഷങ്ങളുടെ സീഡ് കിട്ടി, അത് കിളിപ്പിക്കാൻ തുടങ്ങി, എക്സ്റ്റിങ്ക്റ്റ് ആയെന്ന് വിചാരിച്ച് ചില മൃഗങ്ങൾ ജീവിച്ചു വരുന്നു. ഇതൊക്കെ എന്താ എഴുതിക്കുന്നത്? അതിൻ്റെ ചെറിയൊരു വിത്തല്ലേ, ഒരു വിത്തല്ലേ? ഈ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിലില്ലേ? എത്ര വചനം വേണം? എത്ര വേണം ഇതിനകത്ത്? എത്ര വേണം? എന്തിനാണ് അവിടെ ഇവിടെ ഓടി നടക്കുന്നത്? അടുത്തു വാ. കർത്താവ് 2 കൈയും നീട്ടി വിളിക്കുക, മക്കളെ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ എൻ്റെ ഉപകാരങ്ങൾ നീ ഒരു ബുക്കിനകത്ത് എഴുതി. നമുക്ക് മറവിയുണ്ടെന്ന് ഞങ്ങൾ ചിന്തിച്ച് നോക്കാം. ഇപ്പം ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു വ്യക്തിയുമായിട്ട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പുണ്ട്. ഒന്ന് ചിന്തിക്കാം, ഒത്തിരി നല്ല സ്നേഹം. പക്ഷേ ഒരു പ്രാവശ്യം അവരെന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. പിന്നെ നമ്മളത് മാത്രമേ ഓർക്കത്തുള്ളൂ. ഈ 99 നന്മയും നമ്മളങ്ങ് മറക്കും. അത്ര നന്ദിയില്ലാത്ത മനുഷ്യരാണ് നമ്മൾ. സാരമില്ല, അവരുടെ പ്രഷർ കൊണ്ട് അവർക്ക് എന്തോ പ്രയാസമുള്ള സമയത്ത് അവർ ദേഷ്യപ്പെട്ടതായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ല. ഇന്നുവരെയും ചെയ്ത നന്മകൾ മറന്നൊരു സംസാരം തിരിച്ചങ്ങോട്ട് കൊടുക്കും. ദൈവത്തോട് ഇത് തന്നെ നമ്മൾ ചെയ്യുന്നത്. ദിനംപ്രതി നമ്മളെ കരുതുന്ന ദൈവം. എന്താ കരുതാ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ സൂക്ഷിക്കുന്നു, എൻ്റെ കൈകളിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുകയാണ്. ആണോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടങ്ങ് ചോദിക്കുകയാണ്, നീ എന്നെ അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എസ് ആൻഡ് ആമേനാണെന്ന് കൊരിന്ത്യർനകത്ത് പറയുന്നു. അപ്പം നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന അഡ്വാൻസായിട്ട് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ക്രയവിക്രയം ചെയ്യാൻ നമുക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്. അത് പല രൂപത്തിലാണ്, പല അളവിലാണ്. അത് താലന്തുകൾ ഉപയോഗിക്കുമ്പം അത് 10 കൊടുത്തവനും 5 കൊടുത്തവനും 1 കൊടുത്തവനും ഉണ്ട്.
അല്ല ചിലയിടത്ത് 5, 3, 1 അങ്ങനെയും വരുന്നുണ്ട്. എന്തായാലും ആട്ടെ, അവരെല്ലാം കൂടുതൽ കൊടുത്തതിന് ഉപയോഗിച്ചു. ഒന്നുള്ളവൻ കൊണ്ട് നീ ദുഷ്ടനായ ദുഷ്ടനായ ഉടമസ്ഥൻ, അതുകൊണ്ട് ഞാനിത് ചോദിക്കുമ്പം തിരിച്ചു കൊടുക്കാമെന്ന് കുഴിച്ചിട്ട പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? എത്ര പേർക്ക് നല്ല താലന്തുകൾ ഉണ്ടായിട്ട് കുഴിച്ചിട്ടിട്ട് ഇതിലെ പ്രായമായി, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ലേ? കർത്താവിനെ മാനിക്കുക. ആരവും വിഷമവും ഒക്കെ വരുമ്പോഴേ ഓർക്കണേ, ബലം തരുന്ന അവനാണ്, ബുദ്ധി തരുന്ന അവനാണ്, ഓർമ്മശക്തി അവനാണ് തരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, താലന്ത് തരുന്നവൻ 1 താലന്ത് കുഴിച്ചിട്ടവനെ പോലെ നിനക്ക് തന്നിരിക്കുന്ന താലന്തും പരിശുദ്ധാത്മാവിനെ നീ ഉപയോഗിക്കാതിരുന്നാൽ ദുഷ്ടനെന്ന് വിളിക്കുന്ന ഒരു വിളി നമ്മുടെ മേൽ വീഴും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാന്നുള്ള പദവിയിൽ ഈ അപ്പനെ സ്നേഹിക്കുന്ന മക്കളെക്കുറിച്ച് ഇതില്ലേ, മക്കൾ അപ്പനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരോട് പ്രത്യേക ഒരു കരുതലാണ്. ഈ മക്കൾ അപ്പനെ സ്നേഹിക്കുക എന്ന് നമ്മൾ ഈ നദി താഴോട്ടേ ഒഴുകത്തുള്ളൂ. നദി താഴോട്ട് ഒഴുകാന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ടേ ഒഴുകത്തുള്ളൂ. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഗ്രാവിറ്റി കൊണ്ട് നദി താഴെ നിന്ന് മുകളിലോട്ട് ഒഴുകും. അതുപോലെയാണ് നമ്മൾ മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് നദി താഴോട്ട് ഒഴുകും, അത് എളുപ്പമാണ്. പക്ഷെ മക്കൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് തിരിച്ചൊഴുക്കാൻ, അതൊരു പ്രത്യേക കൃപയാണ്. മക്കൾ അപ്പന്മാരെ സ്നേഹിക്കുന്നത്, അവർക്കൊക്കെ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ, അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള മക്കളെ തരണേ കർത്താവേ. ജോസഫ് മകൻ മരിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഈ മകൻ ദൈവം തമ്പുരാൻ ഉയർത്തിയപ്പോൾ ചെയ്തെന്ന ഫറോൻ്റെ പെർമിഷനോട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആ കുതിരവണ്ടി അല്ലെങ്കിൽ രഥം വിട്ടിട്ട് സ്വന്തം അപ്പനെ തിരിച്ചു കൊണ്ടുവന്ന് സഹോദരന്മാരെയും എല്ലാവരും പരിപാലിക്കുന്ന ജോസഫ്. അയാൾ എത്ര പേര് നമുക്കത് ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുക, കർത്താവേ ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തും എൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പുത്രനാണ്. ഇനി പഴയ ഈ സ്ലേവിഷ് ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റണം. യേശു എൻ്റെ കൂടെ ഇരുന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വളരെ സിമ്പിളാക്കിയാണ് പറഞ്ഞു തരുന്നത്. കാരണം വചനം വായിച്ച് ഞാൻ വളരെ വായിച്ച് അത്രയോ സിമ്പിളാക്കി ജീവിതശൈലി, ജീവിത പ്രയോജനത്തിന് വേണ്ടി ആക്കത്തക്ക പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:15 പറയുന്ന പുത്രത്വത്തിൻ്റെ അവകാശം ഞാൻ പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് നമുക്ക് സാക്ഷ്യം പറയുന്ന ആത്മാവാണ്. അപ്പം 8:29 പറയുന്നു, അവൻ മുന്നറിഞ്ഞവരാണ് നമ്മൾ. തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അത് നമ്മളെ മുൻനിയമിച്ചവരാന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്ക്. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്ന ദൈവം നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ തീർത്തും വി ആർ ഗ്രോയിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. എൻ്റെ വചനം എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഈ വചനം കേൾക്കുന്ന ഭവനങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകും. പീരിയഡ്. ബ്ലോക്ക് ഇറ്റ് ആൻഡ് സീൽ ഇറ്റ് വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സമ്മതിക്കുന്നു ഞാൻ. ആത്മാവ് തന്നെയാണ് പറയുന്നത്. എല്ലാവരെയും ആകർഷിക്കണമെന്നില്ല. ആകർഷിക്കുന്ന കുടുംബങ്ങളിൽ അനുഗ്രഹം വീഴും. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബലമാണ്, അതിൻ്റെ സത്യമാണ്. അല്ല നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. കടന്നു വന്ന അനുഗ്രഹം പ്രാപിച്ചെടുക്കുക, നിലനിൽക്കുന്ന അനുഗ്രഹം പ്രാപിച്ചെടുക്കുക. അസാധ്യമെന്നൊരു കാര്യം എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇല്ലെന്ന്. അവന് ഞാനും കൂടെ അങ്ങ് ചേരണം. ഈ ചന്ദ്രഗ്രഹണം അല്ലെ സൂര്യഗ്രഹണം എന്നൊക്കെ പറയും. ചന്ദ്രൻ ഇങ്ങനെ വന്ന് ചന്ദ്രനും സൂര്യനും ഒന്നാണ്. പിന്നെ ചന്ദ്രൻ എവിടെയാണെന്ന് അറിയത്തില്ല. അതുപോലെ ആയിരിക്കണം നമ്മൾ. അടുത്തടുത്ത് വന്ന് അവനിൽ അങ്ങ് നിറയണം. ആൻഡ് ഹി ലവ്സ് ഇറ്റ്. ഇപ്പോൾ വരണ്ടെന്ന് പറയുന്ന ദൈവമല്ല, കേട്ടല്ലോ. ഒക്കെ പ്രാർത്ഥിക്കണം. നാഥ, എത്ര നല്ല സ്നേഹിക്കുന്ന ഒരു ദൈവം. നീ ചെയ്ത ഉപകാരങ്ങൾ, എൻ്റെ സർവാന്തരങ്ങൾ, എന്നിലുള്ള സകലതും നിൻ്റെ നന്മയെക്കുറിച്ച് പറയണമെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും. ചിലർക്കൊക്കെ ശബ്ദം ഇവിടം വരെ വന്ന് അങ്ങ് നിന്ന് പോകും. ചിലർക്ക് പറയാൻ വിചാരിച്ചാൽ മറ്റുള്ളവർ അനുവദിക്കത്തില്ല. പക്ഷേ ഈ പ്രശ്നം എല്ലാം തരണം ചെയ്ത് നീ ജയിച്ച ദൈവമാണ്. അതുകൊണ്ട് ആരെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് പറയിക്കുന്ന ഈ വചനം കേൾക്കുന്നോ അവിടെയെല്ലാം ഒരു രൂപാന്തരം ഉണ്ടാകണം, ഒരു മാറ്റം, ഒരു തിരിച്ചുവരവ്, ഒരു പുതിയ ഒരു സൃഷ്ടിപ്പ് അവിടെ നടക്കണം കർത്താവേ. 1 താലന്തുള്ളവൻ അതുകൊണ്ട് മൂടിയിട്ടവനെ പോലെ ആകാതെ 3 താലന്ത് തൊട്ട് 10 താലന്ത് വരെയുള്ളവൻ വർദ്ധിപ്പിച്ചപ്പോൾ നല്ലവനായ വിശ്വസ്തനായ ദാസൻ എന്ന് വിളിച്ചിട്ട് അല്പത്തിൽ വിശ്വസ്തനായ അധികത്തിൽ വിചാരകനാക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദം ഓരോ ഭവനത്തിലും
ചിലത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതവിടെ ഇടട്ടെ, കിട്ടിയതിന് നന്ദി പറയാം, അത് കഴിയുമ്പോൾ ബാക്കി മറ്റേതും ചെയ്യാം എന്ന് പറയാനുള്ള സാവകാശം അമ്മയപ്പന്മാർക്കും സഹോദരി സഹോദരന്മാർ ഞങ്ങൾക്കും തരണം. കർത്താവേ, നീ അത് ചെയ്തെങ്കിൽ ആ മറ്റു കാര്യം ചെയ്തു തരും. അതുകൊണ്ട് ഞാൻ നിൻ്റെ സമയമാകുമ്പോൾ അത് ചെയ്യുമെന്ന് ആശ്വസിക്കാനുള്ള ഹൃദയം ഇട്ട് തരണം. മാർത്ത മറിയയുടെ ഓർമ്മയാണ് വരുന്നത്. കർത്താവേ, മാർത്ത ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഓടിച്ചെന്നു. മറിയ അവിടെ തന്നെ ഇരുന്നു. വരും അപ്പച്ചൻ വരും. അങ്ങനെ കടന്നു വരുന്ന ഒരു യേശു എനിക്കുള്ളതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വന്ന ദൈവത്തിന് നന്ദി. കടന്നു വരുമ്പോൾ കാണാത്തവരെ പോലെ ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തി നിന്നെ സ്വീകരിച്ച് മുഖ്യമായ സ്ഥാനം തന്ന് നിന്നെ മാനിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്നെ മാനിക്കുമ്പോൾ മറ്റുള്ളവരെയും ഞങ്ങൾ മാനിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ക്രിയ ചെയ്യുന്നതിന് സ്തോത്രം. തലമുറകളുടെ മേൽ നിൻ്റെ ശാശ്വത ഭുജം വെച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.